ഇസ്രായേലിൽ യമൻ മിസൈൽ മഴ പെയ്യിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് നിരന്തരം യമനിൽ നിന്ന് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ പല ഘട്ടത്തിലും സാധിക്കുന്നില്ല. അതിന്റെ പ്രയാസങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ്. ഒരു ഭാഗത്ത് അമേരിക്ക ഒതുക്കാൻ നോക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇസ്രായേലും ഒതുക്കാൻ നോക്കുന്നു. രണ്ട് രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ട് പോലും യമനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിന്റെ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിരിക്കുന്ന മിസൈൽ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുന്നു. അവര് രക്ഷപ്പെടാൻ വേണ്ടി ചെതറിയോടുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ നിയന്ത്രണങ്ങൾ ഇസ്രായേലിൽ പത്രമീഡിയകൾക്കുള്ളത് കൊണ്ട് അതിന്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അപൂർവപരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലാണ് ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത് ഈ വിഷയങ്ങൾ അറിയുന്നത് എന്ന തരത്തിലൊക്കെയാണ് ചില മീഡിയകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഏറെക്കുറെ ഹമാസിന്റെ അല്ലെങ്കിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ടും ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടും ശാന്തത ഉണ്ടാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ലോകം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അത് സ്വീകരിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സിറിയയുടെ ഭരണമാറ്റങ്ങൾ അല്ലെങ്കിൽ ഭരണം അട്ടിമറിയ കൂടി ഉണ്ടായതോടുകൂടി അതിന്റെ മുന്നേറ്റവും സിറിയക്ക് ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നീട് ഹമാസിന്റെയും ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി അവർ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നതിനിടയിലാണ് യമന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിരിക്കുന്ന ആക്രമണമുള്ളത്. ഒരു ഭാഗത്ത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഏറ്റുമുട്ടുന്നു, മറൊരു ഭാഗത്ത് ഇസ്രായേലിലേക്ക് അതിശക്തമായിരിക്കുന്ന മിസൈലുകൾ പായിക്കുന്നു. അത് ശബ്ദവേഗത്തേക്കാൾ 8 മടങ്ങ് വൈദൂരത്തിൽ പറക്കാൻ പാകത്തിലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലുമാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം തങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീഡിയകളൊക്കെ പുറത്തു വരുന്നത്. ജനങ്ങൾ പുറത്തിറങ്ങുന്നു, സർക്കാരിനത് പ്രതിഷേധിക്കുന്നു, ബന്ദികളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തങ്ങളുടെ സുരക്ഷിതമായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല സർക്കാർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ഇടപെടുന്നത്. പകരം തങ്ങൾക്ക് ഭാവിയിലും വലിയ രീതിയിലുള്ള ആഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത്. അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന തരത്തിലാണ്. അതായത് ഇസ്രായേലിൽ തന്നെ നല്ലൊരു ശതമാനം പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണ് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടുള്ളവരാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യമെന്ന് പറയുന്നത് യുദ്ധം ഏത് തരത്തിൽ അവസാനിച്ചാലും വലിയൊരു സമൂഹം അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിന്റെ ഭാഗം ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 45,000-ഓളം ഇപ്പൊ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എന്ന തരത്തിലെങ്കിലും അവിടെ കൊല്ലപ്പെടാനുള്ള മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത്. അവരൊരിക്കലും ഭാവിയിൽ ഇസ്രായേലുമായിട്ട് സമാധാനമായിരിക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അവർക്കിടയിലും അവരുടെ തലമുറക്കിടയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ആ സമയത്തെല്ലാം തങ്ങളെ സംബന്ധിച്ചിടത്തോളം, തങ്ങളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വലിയ രീതിയിൽ ആഘാതങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംഘർഷാവസ്ഥ ഇല്ലാതാക്കുക, സമാധാനപരമായ യുദ്ധം അവസാനിപ്പിക്കുക, പാലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഈ കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇസ്രായേലിലെ ജൂത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ സർക്കാരിന്റെ ഈ പ്രവൃത്തികൾ, ഏകാധിപത്യപരമായിരിക്കുന്ന സമീപനങ്ങളും സംവിധാനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ജൂത വിഭാഗം തന്നെ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും യുദ്ധം പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഏത് നിലപാടെടുക്കും എന്നുള്ളത് ഇപ്പോഴും കൃത്യമല്ല. ട്രംപ് എങ്ങാനും ഇസ്രായേൽ പിന്തുണ നൽകുന്നില്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സർക്കാർ പിരിച്ചുവിടുകയോ രാജിവെക്കുകയോ ചെയ്യേണ്ട സ്ഥിതി വിശേഷം വരും. പുതിയൊരു സർക്കാർ അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യത പോലും ഇല്ലാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അകത്തുള്ള രാഷ്ട്രീയ അവസ്ഥ നിലനിൽക്കുന്നത് എന്ന തരത്തിലും
ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്.